ബീഹാറിൽ രാഹുലിൻ്റെ വോട്ട് ചോരി പ്രതിഷേധമൊക്കെ വളരെ ഗംഭീരമായി നടക്കുകയാണ്. അതിന് പിന്നാലെ ഏത് ആറ്റം ബോംബാണോ രാഹുൽ പൊട്ടിക്കാൻ ശ്രമിച്ചത് അതേ ആറ്റം ബോംബ് ഇപ്പോൾ സ്വന്തം പാളയത്തിൽ ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് MLA ടി സിദ്ദിഖിനെതിരെ ഇരട്ട വോട്ട് ആരോപണം ഉണ്ടായിരിക്കുകയാണ്. ആരോപണം ഉന്നയിച്ചത് ഇന്ത്യ സഖ്യത്തിലെ തന്നെ CPM ആണ് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. സിദ്ദിഖിന് 2 സ്ഥലത്ത് വോട്ടുണ്ട് എന്നാണ് വളരെ ഗൗരവമായ ആരോപണം CPM ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഓണിവയലിലും പെരുമണ്ണയിലും വോട്ടർ ലിസ്റ്റിൽ സിദ്ദിഖിന് പേരെന്നാണ് ആരോപണം. ബീഹാറിൽ ഒരുമിച്ച് നിൽക്കുന്നവർ കേരളത്തിൽ പരസ്പരം തമ്മിൽ കുത്തുകയാണ്. അതിൻ്റെ വലിയ അതൃപ്തി സിദ്ദിഖിനും കോൺഗ്രസിനും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർജുനാണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. ബീഹാറിൽ ഒരേ വാഹനത്തിൻ്റെ മുകളിലിരുന്ന് CPM നേതാവും രാഹുലും കെട്ടിപ്പിടിച്ച് സ്നേഹത്തിൻ്റെ കടയൊക്കെ തുറന്ന് വലിയ ആഘോഷപൂർവ്വം മുന്നോട്ട് പോകുമ്പോഴാണ് സത്യം പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും ഒക്കെ ഇപ്പോൾ പൊട്ടിക്കുമെന്ന് പറഞ്ഞ രാഹുലിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുന്നത്. കോൺഗ്രസിന് തന്നെ, ഇന്ത്യ സഖ്യത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കക്ഷി എന്ന് സ്വയം അവകാശപ്പെടുന്ന CPM ആണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അത് ചെറിയ ആൾക്കല്ല. ടി സിദ്ദിഖ് എന്ന കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് MLAക്കെതിരെയാണ് ഇപ്പോൾ ഇരട്ട വോട്ട് ആരോപണം ഉണ്ടായിരിക്കുന്നത്. സിദ്ദിഖിനും വലിയ അതൃപ്തി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിദ്ദിഖ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ അർജുൻ? ഇത്തരത്തിൽ തന്നെയാണ്, വലിയ അതൃപ്തിയാണ് ഈ കാര്യത്തിൽ ടി സിദ്ദിഖിനുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ തനിക്ക് ഇരട്ട വോട്ടില്ല. ഇത് ഇലക്ട്രൽ ആയിട്ടുള്ള അവർ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. താൻ നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ഇവരോട് പരാതി നൽകിയിരുന്നു, ഇന്നും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും സിദ്ദിഖ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. മറ്റുള്ള ഇടങ്ങളിലടക്കം, ബീഹാറിലടക്കം വോട്ട് ചോരി യാത്രയിൽ അടക്കം ഈ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ, രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് അതിനൊക്കെ പിന്തുണ നൽകിക്കൊണ്ട് നടന്ന പാർട്ടിയാണ് CPM, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇടതുപക്ഷ പാർട്ടികൾ. അവരാണ് ഇത്തരത്തിൽ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവർക്കെതിരെ, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇത് ഇവർ തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ എന്നുള്ളത് അടക്കമുള്ള ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ 2 സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ വോട്ട് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് വയനാട്ടിലും അതുപോലെ തന്നെ കോഴിക്കോട് കുന്നമംഗലത്തുമാണ് ഇത്തരത്തിൽ വോട്ട് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് കൃത്യമായി പരിശോധിക്കേണ്ട ഒന്നാണ്. CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കം ഇതിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ആരോപണം ഉന്നയിക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് ഏവരിലേക്കും ഉണ്ടാവുക. അതായത് മുകളിലേക്ക് പോകുമ്പോൾ അത് ബായിമാരായി ഇവർ ഒന്നിച്ച് മത്സരിക്കുകയും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒന്നിച്ച് നിന്നുകൊണ്ട് BJPക്കെതിരെ ആരോപണം ഉയർത്തുകയും ചെയ്യുന്നു. അതിനുശേഷം കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ പരസ്പരം ആരോപണം ഉന്നയിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിഡ്ഢികളാക്കുന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളാണോ ഉന്നയിക്കുന്നത് എന്നുള്ള ഒരു സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തിനാ തന്നെയും സിദ്ദിഖ് അല്പസമയം മുമ്പ് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് അർജുൻ, ഒരു സിനിമയിൽ പറയുന്ന പോലെ നിങ്ങൾ പരസ്പരം പരിചയപ്പെടുത്തിയ സ്ഥിതിക്ക് ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ എന്ന് പറയുന്ന പോലെയായി. ഇപ്പോൾ ഏത് ആരോപണമാണോ വരുന്നത്, ഇപ്പോൾ 2 പാർട്ടിക്കെതിരെ അത് ഗുരുതരമായി തന്നെ വരികയാണ്. ാണ് ഈ റഫീഖ്, അതായത് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ റഫീഖിന്റെ കാര്യം കൂടി നമ്മൾ നോക്കേണ്ടത്. അതായത് CPM ജില്ലാ സെക്രട്ടറിയാണ്. ഇവിടെയും ആഭ്യന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ CPMന്റെ ഉള്ളിലുണ്ട്. ഇത്തരത്തിൽ റഫീഖിനെതിരെ പടലപ്പിണക്കം ഉയർന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതായിരിക്കാം ഇത്തരത്തിൽ. എന്തായാലും ബീഹാറിൽ ഒരുമിച്ച് ഇവിടെ തമ്മിൽ തല്ലി ആരോപണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്.